നമ്മളൊരു ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ്. സോ ഇപ്പോൾ എവിടെയാണ്? ഫെയർ സലൂൺ, ഇൻ്റർനാഷണൽ ഫെയർ സലൂൺ. യെസ്, ദിസ് പേഴ്സൺ ഓൾസോ. അങ്ങനെ നമ്മൾ സലൂണിലോട്ട് പോവുകയാണ്. സോ അകത്തേക്ക് കയറി ഞാൻ അവിടെ എൻട്രൻസിൽ തന്നെ നമ്മൾ ഏത് അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം ഞാൻ നേരെ ഒരു ഹാഫ് ആൻ അവറിൻ്റെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഹെയർ വാഷ് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറുന്നത്. സോ അകത്തേക്ക് കയറുമ്പോൾ അവിടെയുള്ള ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല ഗൈസ്. സീരിയസ്ലി ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഹെയർ ഫോൾ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുവാനും ഡ്രൈനെസ് മാറാനുള്ള ഹെയർ സ്പായാണ്. അപ്പോൾ അത് ഞാൻ ചൂസ് ചെയ്തിട്ട് അവരെന്നോട് പറഞ്ഞു ആഫ്റ്റർ കെയർ നല്ലതുപോലെ ഉണ്ടാവണം. ആൻഡ് ഓൾസോ ഒരു 1 മന്ത് ചെയ്താൽ പോരെ, കണ്ടിന്യൂസ്ലി ഒരു 3 മന്ത് ചെയ്യുമ്പോഴേ നമ്മുടെ ഹെയറിൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ, കറക്റ്റായിട്ട് പ്രോപ്പർ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് സ്പായിലുള്ള. ദാറ്റ് ഈസ് ഈ നല്ലൊരു മസാജ്. അതായത് നമ്മൾ എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു മന്ത്ലി ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രെസ് എല്ലാം മാറി നമുക്ക് നമ്മുടെ തലയൊക്കെ നന്നായിട്ട് കൂൾ ഡൗൺ ആകുവാനും അതുപോലെ തന്നെ ഈ ഒരു അവർ നല്ല ഓരോ പോയിൻ്റ് ബേസിൽ, അതായത് നമ്മുടെ ഓരോ പ്രഷർ പോയിൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തലയിലുള്ള ഈ ഒരു നല്ലൊരു മസാജ് നമ്മളറിയാതെ തന്നെ നമ്മൾ ഒന്ന് ഉറങ്ങിപ്പോകുന്ന ആ ഒരു രീതിക്കാണ്. ഞാൻ ഉറങ്ങി, സീരിയസ്ലി ഞാൻ ഉറങ്ങിപ്പോയി. അത് മാത്രമല്ല, ഈ സ്പാ ചെയ്യുന്ന റൂമെന്ന് പറയുന്നത് ഒരുപാട് സ്പാ ചെയ്യുന്ന വേറെയും ആൾക്കാരുണ്ടായിരുന്നു. സോ ഈ ഒരു റൂം എന്ന് വെച്ചാൽ നല്ലൊരു ഇരുട്ട് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ കാണുമ്പോൾ തന്നെ സീരിയസ്ലി ഗൈസ് നമുക്ക് ഉറക്കം വരും. അങ്ങനെ ഒരു കാട് പോലത്തെ ഒരു ഏരിയ പോലെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി, എനിക്കിഷ്ടമാണ്. ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതുപോലെ. പക്ഷേ ഞാൻ നേരത്തെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞാൻ 1 മാസം ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം കറക്റ്റായിട്ട് ചെയ്യില്ല. പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസാണ് എനിക്ക്. അതൊക്കെ എൻ്റെ സ്വന്തം ഇഷ്യൂസാണ് ഗൈസ്. പക്ഷേ ഞാനിപ്പോൾ തീരുമാനിച്ചു ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു കണ്ടിന്യൂസ്ലി ഒരു 4 മന്ത് വരേക്കും ചെയ്യണമെന്ന് എനിക്കുണ്ട്. അതിനുശേഷം ഷോൾഡർ മസാജും ബാക്ക് മസാജ്, അതായത് നമ്മുടെ കുറുകിലൊക്കെ ഇങ്ങനെ നല്ല ഈ അടിച്ചിട്ടൊക്കെ ഉള്ള മസാജാണ് അവർ തരുന്നത് ഓരോ നമ്മുടെ പോയിൻറ്റിലും. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ് നമ്മുടെ ബോഡിക്ക്. ആൻഡ് ഓൾസോ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഈ പറയുന്നത് ഹെൽപ്പ് ചെയ്യും, ഈ സ്പാ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇത് വൈബ്രേറ്ററാണ്. അപ്പം ബാക്കിലൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും ഈ പറഞ്ഞ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ല പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മളെ ബോഡി റിലാക്സേഷനും ഒക്കെ തരുന്ന ഒരു കാര്യമാണ്. എനിക്ക് സൂപ്പർബായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഹെയർ സ്പാ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന കാര്യം. ആൻഡ് ഫൈനലി എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം ഹെയർ വാഷ് ചെയ്തു. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഇരുട്ട് മുറിയിൽ നിന്നൊക്കെ പുറത്ത് വന്നു. അതിനുശേഷം നമ്മളത് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഹെയർ ഡ്രൈ ചെയ്യും. ഡ്രയർ വെച്ചിട്ട് അവർ ഉണക്കിയതിന് ശേഷം നമ്മുടെ ഹെയറിൽ ഒരു ഹെയർ ഗ്രോത്ത് സിറം അവർ അപ്ലൈ ചെയ്യും. ആ സിറം ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ആ ഒരു സിറം കറക്റ്റായിട്ട് ഈ റൂട്ട്സിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ചൊരു മസാജ് ചെയ്തിട്ട് വീണ്ടും ഹെയർ ഡ്രൈ ചെയ്യും. അപ്പോൾ അവിടെ ഈ ആംബിയൻസ് ഒക്കെ ഭയങ്കര സൂപ്പർബാണ്. ഇവിടെ പാട്ടൊക്കെ ഇട്ടു ടി വിയിൽ. ആ പാട്ടൊക്കെ കണ്ട് നമ്മളങ്ങനെ ആസ്വദിച്ചിരിക്കും ചില്ലായിട്ട്. കാരണം ഏകദേശം ഒരു 1 അവർ പ്രൊസീജിയറിൽ നമ്മളൊരു 3/4 പോർഷനും ഞാൻ ഉറങ്ങി. അത് നിങ്ങളായാലും ഉറങ്ങിപ്പോകും. അത്രയ്ക്ക് ഒരു അടിപൊളി സ്പായും അതുപോലെ ഹെഡ് മസാജൊക്കെ കിട്ടുമ്പോൾ സൂപ്പർബായിട്ട് ആരായാലും അടിപൊളിയായിട്ട് അവിടെ നിന്ന് ഉറങ്ങും. ഞാനും ഉറങ്ങി. അതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് ഹെയർ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെയറൊക്കെ നന്നായിട്ട് ഡ്രൈ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് നമ്മൾ ഈ നന്നായിട്ട് കുറേ ദിവസം ഇങ്ങനെ കുളിക്കാണ്ടൊക്കെ ഇരുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസമല്ല, വീക്കിലി 3 ടൈംസ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. കുറേ നാളായിട്ട് നമുക്ക് ഹെയറിൽ എന്തോ കിട്ടാത്ത ആ ഒരു അടിപൊളി ഒരു അനുഭവമാണ് നമുക്കതിൽ നിന്ന് ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ റിലാക്സിങ് ആയിട്ടുള്ളൊരു ടൈമാണ് എൻ്റെ. ആൻഡ് നന്നായിട്ട് ഹെയർ അവർ ഉണക്കിയതിന് ശേഷം വീണ്ടും ഒരു സിറം അപ്ലൈ ചെയ്യും. ഈ സിറം ഹെയറിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഈ ഒരു ഏകദേശം ഒരു 1 വീക്ക് വരെ ഇതങ്ങനെ ഹെയറിലുണ്ടാകും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യം. ഫൈനലി നമ്മുടെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുണ്ട്. ഇത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി ഒരു 3 മന്ത് വരെ ചെയ്യുമ്പോഴേ നമുക്കതിനെ കറക്റ്റായിട്ടുള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഒരു മന്ത് ചെയ്തെങ്കിൽ നെക്സ്റ്റ് മന്തും അതിനെ തുടർന്ന് വരുന്ന 2-3 മാസം നമ്മൾ പ്രോപ്പറായിട്ട് ഈ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്ക് ആവും. സോ ഫൈനലി അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ടാറ്റാ.